ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമല്ലേ മക്കളെ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണോ പഠിപ്പിച്ച് നിർത്തിയത് അതിൻ്റെ ബാക്കിയാണ്, കഴിഞ്ഞ 2 എപ്പിസോഡുകളുടെ ബാക്കിയാണ് ഈ 3ാമത്തെ എപ്പിസോഡ്. ഈ എപ്പിസോഡ് കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ 2 എപ്പിസോഡ് കാണണമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. കാരണം അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ ചോദ്യവുമായിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതായത് പേജ് നമ്പർ 25-ലെ 5ാമത്തെ ചോദ്യമാണ്. ഏകദേശം 4 ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. 4ലും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടൈപ്പ് ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത 2 വീഡിയോസിൻ്റെ ആപ്ലിക്കേഷനാണ്, അതിൻ്റെ ഉപയോഗം, അത് എങ്ങനെ പ്രാവർത്തികമാക്കും എന്നുള്ളത് ഈ ചോദ്യത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നോക്ക്, ഫസ്റ്റ് ടേം 30 ആൻഡ് സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഈസ് 300. നമുക്ക് എന്താ എഴുതേണ്ടതെന്ന് കൂടി നോക്കണേ. റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ഡിസ്ക്രൈബ് ബിലോ. അതായത് ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലെയും ആദ്യത്തെ 3 പദങ്ങൾ നമ്മളോട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കുമല്ലേ? ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം എടുത്തെഴുതി നോക്കാം. നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫസ്റ്റ് ടൈം 30 അല്ലേ? തന്നിരിക്കുന്ന കാര്യം നോക്കാം. ആദ്യ പദം എത്രയാണ്? ആദ്യ പദം 30. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്, അതായത് പദങ്ങളുടെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ, ഒറ്റ സംഖ്യയാണെങ്കിൽ എന്ത് ചിന്തയിൽ വരണം എന്നാണ് പറഞ്ഞത്? മിഡിൽ ടേംസിൻ്റെ അല്ലേ, മിഡിൽ ടേമുമായിട്ട് അല്ലെങ്കിൽ മധ്യപദവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ ക്ലൂ തന്നെ ആദ്യം എഴുതാം. സം ഓഫ് 3 ടേംസ് എന്താണ്? ആദ്യത്തെ 3 പദങ്ങളുടെ തുക. 3 പദങ്ങളുടെ തുക നമുക്ക് എങ്ങനെ എഴുതാം? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 3 പദങ്ങളുടെ തുക നമ്പർ ഓഫ് ടൈംസ് ഇൻറ്റു 3 ഇൻറ്റു മിഡിൽ ടൈം, നടുക്കത്തെ പദം. നടുക്കത്തെ പദം ഏതാണ്? 3 പദങ്ങളുണ്ടെങ്കിൽ നടുക്ക് 3ൻ്റെ കൂടെ 1 കൂട്ടുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 4, 4ൻ്റെ പകുതി 2, 3x2. അതെത്രയാണ് തന്നിട്ടുണ്ട്? 3 പദങ്ങളുടെ തുക എത്രയാണ്? 300 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ്സ് 300. ഇനി അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? x2നെ കണ്ടുപിടിക്കാം. കാരണം നമുക്ക് അവിടെ 3ന് ആവശ്യമില്ലാത്തതിനെ നമുക്ക് എന്ത് ചെയ്യാം? തട്ടാം, അപ്പുറത്തേക്ക് തട്ടാം. ഓക്കെ, 3x2 എന്ന് പറഞ്ഞാൽ 3 ഗുണിക്കണം x2 എന്നാണ് ആണല്ലോ. അപ്പോൾ ഗുണിക്കണം എന്നുള്ള 3 അപ്പുറം കൊണ്ടുപോയാൽ എന്താവും? ഹരിക്കണം എന്നാവും. അപ്പം നമുക്ക് അത് തന്നെ ചെയ്യാം. x2 ഇസ് ഈക്വൽ ടു, ഈ 3നെ ഞാൻ അപ്പുറത്തേക്ക് തട്ടുക കേട്ടോ. അപ്പോൾ എന്ത് കിട്ടും? 300 ഹരിക്കണം 3 എന്ന് കിട്ടും. 300നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? നമുക്ക് 100 എന്ന് കിട്ടും, 100 എന്ന് കിട്ടും. കിട്ടിയോ? 300 ഡിവൈഡ് ബൈ 3 ഇസ് ഈക്വൽ ടു 100. അപ്പോൾ നമുക്ക് x2 ഇസ് ഈക്വൽ ടു 100 എന്ന് കിട്ടി. എന്താ x2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2ാമത്തെ പദം, സെക്കൻഡ് ടേം ആണോ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം എത്രയാണെന്നറിയാം. ഫസ്റ്റ് ടൈം എത്രയാണ്? 30. 2ാമത്തെ ടൈം എത്രയാണെന്ന് കിട്ടി? 100 എന്ന് കിട്ടി. ഇനി നമുക്ക് സീക്വൻസിൻ്റെ 3 ടേമുകൾ എഴുതാനാണ് പറഞ്ഞല്ലേ. ആദ്യത്തെ 3 പദങ്ങൾ എഴുതാൻ നമ്മുടെ ചോദ്യം അങ്ങനെയല്ലേ? ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക ആണോ? റൈറ്റ് 3 ടൈംസ്, 3 പദങ്ങൾ എഴുതാനാണ് നമ്മളൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ടൈം എഴുതിക്കൂടെ? അടുത്തടുത്ത് 2 ടൈം കിട്ടിയാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എളുപ്പം അല്ലേ? തൊട്ട് മുന്നത്തെ സംഖ്യ എന്ത് ചെയ്താൽ മതി? പുറകിലെ സംഖ്യ കുറച്ചാൽ മതി. 100ൽ നിന്ന് 30 അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 70 കിട്ടും. കോമൺ ഡിഫറൻസ് കിട്ടിയില്ലേ? ഇനി നമുക്ക് ആ 70 100ൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. 100 70 170 എക്സെട്രാ. ഒരു 3 കുത്തം കിട്ടേക്ക്, അവിടെ തീർന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് സമാന്തര ശ്രേണിയായി, അരിത്തമെറ്റിക് സീക്വൻസായി. 30 100 170. ഓക്കെ, ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് കണ്ടു നോക്കണം കേട്ടോ. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കണം. അപ്പം എന്താവും? അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം. അടുത്ത ചോദ്യം ഒന്ന് നോക്കിക്കേ. ആദ്യ പദം എത്രയാണ്? 30 ആണ്. ആദ്യത്തെ 4 പദങ്ങളുടെ തുക 300 ആണ്. ഫസ്റ്റ് ടൈം 30. ദ സം ഓഫ് ഫസ്റ്റ് 4 ടേംസ്. സം ഓഫ് 4 ടേംസ്, നമ്പർ ഓഫ് ടൈംസ് എന്താ വന്നിരിക്കുന്നത്? ഈവൻ ആണ് അല്ലേ? പദങ്ങളുടെ എണ്ണം വന്നിരിക്കുന്നത് എത്രയാണ്? 4 എന്താണ്? ഇരട്ട സംഖ്യയാണ്. അപ്പോൾ പദങ്ങളുടെ എണ്ണം ഈവൻ ആയാൽ, ഇരട്ട ആയാൽ എന്ത് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്ത് ചെയ്യും? ജോഡികളാക്കും ആണോ? അപ്പോൾ ഞാനത് ഇവിടെ തന്നെ എഴുതാം അല്ലേ?
അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യ പദം 30ആണ്. ആദ്യത്തെ 4 പദങ്ങളുടെ തുക എത്രയാണ്? 300ആണ്. 4 പദങ്ങളുണ്ടെങ്കിൽ, 4 ടേമുകളുണ്ടെങ്കിൽ എത്ര ജോഡികളുണ്ടാകും? 2 ജോഡികളുണ്ടാവും. ഉണ്ടാവില്ലേ? 2 ജോഡികളുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇങ്ങനെയാണ്. സം ഓഫ് 1 പെയർ, ഒരു ജോഡിയുടെ തുക എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെക്കണേ. ഒരു ജോഡിയുടെ തുക, ഒരു ജോഡിയുടെ തുക. ഇങ്ങനത്തെ ഈവൻ നമ്പേഴ്സ് വരുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് ഇതാണ് കേട്ടോ. ഒരു ജോഡിയുടെ തുക എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. ഒരു ജോഡിയുടെ തുക കണ്ടുപിടിക്കേണ്ട എന്ത് ചെയ്യണം? നമുക്ക് ആകെ ടോട്ടൽ എത്രയാണ് തന്നിരിക്കുന്നത് നോക്കാം. ആകെ ടോട്ടൽ, അതായത് ടോട്ടൽ തുക ഡിവൈഡഡ് ബൈ ജോഡികളുടെ എണ്ണം. ഓക്കെ, എന്താണ്? നമ്പർ ഓഫ് പെയേഴ്സ്, ജോഡികളുടെ എണ്ണം. അപ്പോൾ 4 ടേമുകളാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്ര ജോഡികളാണ്? 2 ജോഡികൾ. ഇതിനൊരു ഇക്വേഷൻ വേണം. ഇക്വേഷനാണ് ഇങ്ങനെ എഴുതിയാൽ മതി. തുക ബൈ നമ്പർ ഓഫ് ജോഡികളുടെ എണ്ണം. ജോഡികളുടെ എണ്ണം അതായത് ടോട്ടൽ ഡിവൈഡ് ബൈ ആകെ, ഇല്ലെങ്കിൽ ടോട്ടൽ എന്ത് വേണം എഴുതാം? ടോട്ടൽ ഡിവൈഡ് ബൈ, ഇല്ലെങ്കിൽ സം ഡിവൈഡഡ് ബൈ സം എന്നാക്കാം അല്ലേ? സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പെയേഴ്സ്. എന്ത്? സം ഓഫ് 1 പെയർ ഈക്വൽ ടു എന്ന് എഴുതണം. സം ഓഫ് 1 പെയർ, ഒരു ജോഡിയുടെ തുക സമം സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പെയേഴ്സ്. ഓക്കെ, തുക ഡിവൈഡഡ് ബൈ ജോഡികളുടെ എണ്ണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോഡിയുടെ തുക നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ സം ഓഫ് 1 പെയർ നമുക്ക് നോക്കാം. ഇതിൻ്റെ ബാക്കിയാട്ടോ, അത് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. സം ഓഫ് 1 പെയർ, ഒരു ജോഡിയുടെ തുക. എല്ലാത്തിലും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഈവൻ നമ്പേഴ്സാണ്, നമ്പർ ഓഫ് ടൈംസ് ഈവൻ ആണെങ്കിൽ, സംഖ്യകളുടെ എണ്ണം ഇരട്ടയാണെങ്കിൽ ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, നമ്പർ ഓഫ് പെയേഴ്സ്, ഒരു ജോഡിയുടെ തുക നമുക്ക് നോക്കാം. സം ഓഫ് 1 പെയർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പെയേഴ്സ് എത്രയാണ്? 4 എണ്ണമാണ്. അതുകൊണ്ട് 2 പെയറുണ്ട്. 300 നമുക്ക് 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 150 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരെ കളരിയിലേക്ക് ഇറങ്ങി. ഇനി നമുക്ക് അടുത്ത അളവുകൾ നോക്കാം. അപ്പോൾ സം ഓഫ് 1 പെയർ ഈസ് ഈക്വൽ ടു 150. നമ്മൾ ഈ ടൈപ്പ് ചോദ്യം ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാനൊന്ന് ഇങ്ങനെ എഴുതുകയാണ്. x1, x2, x3, x4 4 ടേമുകളാണ്. 4 ടേമുകളുടെ സമ്മാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പെയർ ചെയ്യുകയാണെങ്കിൽ ആരൊക്കെ പെയർ ചെയ്യുക? x1ഉം x4ഉം പെയർ ചെയ്യും. ദെൻ നടുവിലത്തെ 2 സംഖ്യകൾ x2ഉം x3യുമാണ് നമ്മൾ പെയർ ചെയ്യുക. അപ്പോൾ സം ഓഫ് 1 പെയർ, ഇതിൽ ഏതെങ്കിലും ഒരു പെയറിൻ്റെ സമ്മ് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ അല്ലേ, x1 x4ഉം അതേപോലെ x2ഉം x3യും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 150 കിട്ടുക എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പെയറിൽ, ഈ തന്നിരിക്കുന്ന ജോഡിയിൽ ഏതെങ്കിലും നമ്പർ അറിയാമോ നമുക്ക്? 2 ജോഡികളാണുള്ളത്. x1 x4 ഉള്ള ജോഡി, x2 x3 ഉള്ള ജോഡി. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ജോഡിയിൽ ഒരു നമ്പറെങ്കിലും നമുക്കറിയാമോ? അറിയാം. x1 എത്രയാണെന്നറിയാം. കാരണം നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം എത്രയാണ് ഇല്ലേ? ചോദ്യത്തിൽ തന്നിട്ടല്ലേ? ആദ്യ പദം എത്രയാണ്? 30ആണ്. ഫസ്റ്റ് ടേം എത്രയാണ്? 30 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ നമ്പറുള്ള പെയറിനെ മാത്രം എടുത്താൽ മതി. അതായത് നമുക്കറിയുന്ന ഏതെങ്കിലും സംഖ്യയുടെ പെയർ എടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ മേളിലോട്ട് നോക്കിയിരിക്കേണ്ടി വരും. ഞാനിപ്പം x2ഉം x3 എടുത്ത് ഞാൻ മേളിലോട്ട് നോക്കിയിരിക്കുക എന്നല്ലാതെ ഇതിനെനിക്ക് ഉത്തരം കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് എന്തറിയാം? x1 + x4 എന്ന് പറയുന്ന ആ ജോഡി നമുക്കറിയാം. x1 + x4 ഒരു ജോഡിയുടെ തുക 150 ആയതുകൊണ്ട് ഏതൊരു ജോഡി എടുത്തു കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ തന്നെ എഴുതി വയ്ക്കാം. x1 + x4 = 150. ഈ സ്റ്റെപ്പ് വേണമെന്നില്ല കേട്ടോ. ഫസ്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. x1 എത്രയാണ്? 30 ആണ്. 30 + x4 ഡയറക്റ്റ് ഇത് എഴുതി തുടങ്ങിയാൽ മതി. 30 + x4 = 150. ഇതിൽ നിന്ന് നമുക്ക് x4 കണ്ടുപിടിക്കാം. x4 = നാലാമത്തെ സംഖ്യ
30 പ്ലസ് എന്നല്ലേ, നമുക്ക് ആവശ്യമില്ലല്ലോ 30നെ, നമുക്ക് അപ്പുറത്തേക്ക് തട്ടാം. അപ്പോൾ പ്ലസ് 30 അപ്പുറം പോയി കഴിഞ്ഞാൽ എന്താവും? -30 ആവും. 150 മൈനസ് 30. 150 30 കുറച്ച് എത്ര കിട്ടി നമുക്ക്? 120. കണ്ടോ നമ്മൾ എത്ര പെട്ടെന്ന് സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടേ നമുക്ക് നാലാമത്തെ ടൈം എത്രയാണെന്ന് കിട്ടി? 120 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന സാധനങ്ങളൊന്ന് ചേർത്ത് എഴുതി വയ്ക്കാം. ഓക്കെ, എന്തൊക്കെ കിട്ടി നമുക്ക്? ഒന്നാമത്തെ ടൈം നമുക്ക് എത്രയാണെന്നറിയാം? 30 പിന്നെ നമുക്ക് എന്ത് കിട്ടി? നാലാമത്തെ ടൈം 120 കിട്ടി. അപ്പോൾ പൊസിഷനും കിട്ടി, ടേമും കിട്ടി, പദവും സ്ഥാനവും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? ആ കാര്യം നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഞാൻ ഇങ്ങനെയൊന്ന് വരച്ചിടുകയാണ്. അതിൻ്റെ D = നമുക്കറിയുന്ന ഇക്വേഷനാണ് ഇത്, ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. നമ്മുടെ ഷോർട്സിലൊക്കെ ഉണ്ട് അല്ലേ? ഷോർട്സൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഇപ്പോൾ നമുക്ക് പദങ്ങളുടെ വ്യത്യാസം ഒന്ന് നോക്കാം. നമുക്ക് ഇങ്ങനെ കുറയ്ക്കാം അല്ലേ? വലുതിൽ നിന്ന് ചെറുതിലേക്ക് കുറയ്ക്കാനാണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ? നമ്മുടെ മുൻ വീഡിയോയിലുണ്ട്, അതേപോലെ ഷോർട്സ് ആയിട്ട് എടുത്ത വീഡിയോകളിലൊക്കെ ഉണ്ട് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ടൊന്ന് വരണേ. അപ്പോൾ നമുക്ക് പദവ്യത്യാസം 120 കുറയ്ക്കണം 30 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് സ്ഥാനവ്യത്യാസം 4 കുറയ്ക്കണം 1. 120 30 കുറച്ച് നമുക്ക് എത്ര കിട്ടും? 90 കിട്ടും. 4 കുറച്ച് എത്ര കിട്ടും? നമുക്ക് 3 കിട്ടും. 90 ഹരിക്കണം 3 എത്രയാണ്? 30. അപ്പോൾ പൊതുവ്യത്യാസം എത്രയാണ്? 30 എന്ന് കിട്ടി. ഓക്കെ, പൊതുവ്യത്യാസം നമുക്ക് എത്ര കിട്ടി? 30. കോമൺ ഡിഫറൻസ് 30 കിട്ടി. ഇനി സീക്വൻസ് അല്ലേ എഴുതണ്ടേ? സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി നമുക്ക് എഴുതാം. ശ്രേണി നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടൈം എത്രയാ? 30. കോമൺ ഡിഫറൻസ് എത്രയാ? 30. 30 60. ഇനിയോ 60 30 90 എക്സെട്ര. ആദ്യത്തെ 3 പദങ്ങൾ എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? ആദ്യത്തെ 3 പദങ്ങൾ എഴുതി വെച്ചു. കിട്ടിയോ? ഇല്ലേ? സിമ്പിളല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം. ഇത് നമുക്ക് ഒരുമിച്ച് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ഒന്നാമത്തെ ചോദ്യം സബ് ക്വസ്റ്റ്യൻ 1 എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സബ് ക്വസ്റ്റ്യൻ 3 ചെയ്യാം. നോക്കിക്കേ, ആദ്യ പദം 30, ആദ്യത്തെ 5 പദങ്ങളുടെ തുക 300. ഫസ്റ്റ് ടൈം 30 ആൻഡ് സം ഓഫ് ഫസ്റ്റ് 5 ടൈംസ് ഈസ് ഈക്വൽ ടു 300. ഒന്നാമത്തെ ചോദ്യം എങ്ങനെ എഴുതിയെന്ന് നോക്കി. നമുക്കത് വെച്ച് അങ്ങ് ചാമ്പിയാലോ? നോക്കാം. റെഡി അല്ലേ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ നോക്കാം. ഇവിടെ സം ഓഫ് 5 ടൈംസ് എന്നാണ് പറഞ്ഞല്ലേ? ഓഡ് നമ്പറുകളുടെ സമ്മാണ്. ആണോ? ഒറ്റ സംഖ്യകളുടെ തുകയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് തന്നെ എഴുതി വെച്ച് എന്തെഴുതി? സം ഓഫ് 5 ടൈംസ്. ഉണ്ടോ? ശ്രദ്ധിക്കണേ, നമ്മളുടെ സ്റ്റെപ്പുകളൊക്കെ ഒരേപോലെ തന്നെയാണ്. ഒരേപോലെ സ്റ്റെപ്പ് തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാനും പെട്ടെന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സം ഓഫ് 5 ടൈംസ് 5 പദങ്ങളുടെ തുക. 5 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 5 5ൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ 6. 6ൻ്റെ പകുതി എത്രയാടാ? 3. 5x3 എത്രയാന്ന് തന്നിട്ടുണ്ട്? ആദ്യത്തെ 5 പദങ്ങളുടെ തുക 300. ദെൻ അവിടെ നിന്ന് കണ്ടുപിടിക്കും നമ്മൾ. അങ്ങ് പോരട്ടെ, x3 കണ്ടുപിടിക്കും. ആരെ നമ്മൾ തട്ടും? നമുക്ക് 5നെ വേണ്ട. 5നെ നമ്മൾ എന്ത് ചെയ്യും? തട്ടും. നമുക്ക് അപ്പുറത്തേക്ക് തട്ടാം. അങ്ങനെയെങ്കിൽ x3 ഈസ് ഈക്വൽ ടു 300 ഗുണിക്കണം 5നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്തായി? ഹരിക്കണം 5 എന്നായി. 300നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ വെട്ടി ഹരിക്കാൻ അറിയോ? ഇല്ലെങ്കിൽ അല്ലാതെ ഹരിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ഞാനൊന്ന് കട്ട് ചെയ്തെങ്ങനെ റെഡ്യൂസ് ചെയ്യുന്ന നോക്കാം. 5 30ൽ 6 പ്രാവശ്യം, 0ൽ 0 പ്രാവശ്യം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 60 എന്ന് കിട്ടി അല്ലേ? x3 ഈസ് ഈക്വൽ ടു 60 എന്ന് കിട്ടി. മൂന്നാമത്തെ പദം എത്രയാണെന്ന് കിട്ടി? 60 എന്ന് കിട്ടിയോ? അപ്പോൾ നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒന്നാമത്തെ പദം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം എത്രയാണ്? ആദ്യത്തെ പദം 30. രണ്ടാമത്തെ പദം അറിയില്ല അല്ലേ? നേരെ നമുക്കിവിടെ കിട്ടിയ എന്താണ്? മൂന്നാമത്തെ പദമാണ്. ഇവിടെ നമുക്ക് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഉപയോഗിക്കാം കേട്ടോ. ഇല്ലെങ്കിൽ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ വേറൊരു മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെയും നമ്പറുകൾ കൂട്ടുക, 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നടുവിലെ സംഖ്യ കിട്ടും. എങ്ങനെ ചെയ്യാം?
30 പ്ലസ് 60/2. 30ഉം 60ഉം എത്രയാണ്? 90. 90നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 45. അത് ചെയ്യാം. ഇല്ലെങ്കിൽ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസും ഉപയോഗിക്കാം കേട്ടോ. കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇത് ഉത്തരം കിട്ടും. ബട്ട് നമുക്ക് ഏതാണോ നമുക്ക് എളുപ്പമെന്ന് തോന്നുന്നത് അത് ചെയ്യാം. 2 മെത്തേഡും ഞാൻ പറയാം. ഒരു മെത്തേഡ് ഞാൻ ചുവന്ന കളറിൽ എഴുതുകയാണ് കേട്ടോ. അതായത് നടുക്കത്തെ സംഖ്യ അറിയില്ലെങ്കിൽ അപ്പുറത്തെ ഇപ്പുറത്തെ സംഖ്യകൾ കൂട്ടിയാൽ മതി. നടുക്കത്തെ നമ്പർ നമുക്കറിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 30 പ്ലസ് 60/2. 30 60 എത്രയാണ്? 90. 90/2 സമം 45. മനസ്സിലായോ? ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ടൈം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇവിടെ എന്തൊക്കെ നമുക്കറിയാം? ഒന്നാമത്തെ പദം എത്രയാണ്? 30 ആണ്. പിന്നെ എത്ര അറിയാം? മൂന്നാമത്തെ പദം എത്രയാണ്? 90 60. മൂന്നാമത്തെ പദം എത്രയാണ്? മൂന്നാമത്തെ പദം 60 ആണ്. അപ്പോൾ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് 60 കുറയ്ക്കണം 30 ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് 3 കുറയ്ക്കണം 1. 60ൽ നിന്ന് 30 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 30 കിട്ടും. 30/3 1 കുറച്ച് 2 വിച്ച് ഈസ് ഈക്വൽ ടു 30നെ 2 കൊണ്ട് ഹരിച്ചാൽ 15. ഇവിടെ നമുക്ക് എന്താ കിട്ടിയേ? കോമൺ ഡിഫറൻസ് ആണ് കിട്ടിയത്. ഇനി കോമൺ ഡിഫറൻസ് ഉപയോഗിച്ച് ചെയ്യാം. 30ൻ്റെ കൂടെ 15 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 45. നേരത്തെ ചെയ്തതിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടി? 45 കിട്ടി. അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും മക്കൾക്ക് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഏതാണോ തോന്നിയത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇന്നത് വേണമെന്നൊന്നും വാശി പിടിക്കില്ല. അപ്പോൾ നമുക്ക് 3 ടൈമല്ലേ പറഞ്ഞുള്ളൂ? 3 ടൈമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ആൻസർ നമ്മളവിടെ കഴിഞ്ഞു. 30 45 60. ഇനി 4ാമത്തെ ചോദ്യം. നമ്മൾ 2ാമത്തെ ചോദ്യം ചെയ്തില്ലേ? ഇതിൻ്റെ സബ് ക്വസ്റ്റ്യൻ 2 അതേപോലെ തന്നെയാണ് 4ാമത്തെ ചോദ്യം. ചോദ്യം ഒന്നും കൂടി നമുക്ക് കാണാം. ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യ പദം 30, ആദ്യത്തെ 6 പദങ്ങളുടെ തുക 300 അല്ലേ? ഫസ്റ്റ് ടൈം 30 ആൻഡ് സം ഓഫ് ഫസ്റ്റ് 6 ടൈംസ് ഈസ് ഈക്വൽ ടു 300. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്യാം. അപ്പോൾ 6 ടൈംസ് എന്താണ്? ഈവൻ നമ്പറാണ് അല്ലേ? ഇരട്ട സംഖ്യയാണ്. നമ്പർ ഓഫ് ടൈംസ് എന്ന് പറയുന്നത് ഈവൻ ആണ്, ഇരട്ട സംഖ്യയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? എന്ത് ചെയ്യും? പെയർ ചെയ്യും, ജോഡികളാക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞ് അതിനകത്ത് തന്നെ നമുക്ക് നോക്കി എഴുതാം. അങ്ങനെ വരുമ്പോൾ എന്ത് എഴുതണമെന്നാണ് പറഞ്ഞ്? സം ഓഫ് 1 പെയർ എന്ന് എഴുതണമെന്നാണ് പറഞ്ഞു അല്ലേ? ആദ്യത്തെ ഇപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ എഴുതാം. സം ഓഫ് 1 പെയർ, ഒരു ജോഡിയുടെ തുക. ഒരു ജോഡിയുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാം? മൊത്തം തന്നിരിക്കുന്ന സം എത്രയാണ്? 300 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പെയർസ്, ജോഡികളുടെ എണ്ണം. ഇവിടെ 6 നമ്പറാണ്. 6 നമ്പറാണെങ്കിൽ എത്ര ജോഡി ഉണ്ടാവും? നേർപകുതി. 6ൻ്റെ പകുതി എത്രയാണ്? 3 ജോഡികൾ. അപ്പോൾ 300 ഹരിക്കണം 3 സമം നമുക്ക് എത്ര കിട്ടി? 100 എന്ന് കിട്ടി. അപ്പോൾ ഒരു ജോഡിയുടെ തുക 300 ആണ്. ഇനി നമ്മൾ ജോഡികളാക്കുകയാണെങ്കിൽ എങ്ങനെ ജോഡികളാക്കും? 1ാമത്തെയും 6ാമത്തെയും, 2ാമത്തെയും 5ാമത്തെയും ആണോ? അല്ലേ? 3ാമത്തെയും 4ാമത്തെയും, ഇങ്ങനെയല്ലേ നമ്മൾ ജോഡികളാക്കുക ആണോ? അപ്പോൾ നമുക്കറിയുന്ന നമ്പറുള്ള ഏതെങ്കിലും ജോഡിയുണ്ടോ? ഉണ്ട്. 1ാമത്തെയും 6ാമത്തെയും എടുക്കുമ്പോൾ 1ാമത്തെ നമ്പർ എത്രയാണെന്ന് അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഇനി 2ാമത്തെയാണ് തന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് എടുക്കുമായിരുന്നു? 2ാമത്തെയും 5ാമത്തെയും എന്നുള്ള ജോഡിയായിരിക്കും നമ്മൾ എടുക്കുക. കാരണം നമുക്ക് അറിയുന്ന നമ്പറുള്ള പെയർ ഏതാണോ അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം 1ാമത്തെ നമ്പർ നമുക്കറിയാം. പിന്നെ അത് 1ാമത്തെ നമ്പർ ഏത് നമ്പറുമായിട്ടാണ് പെയർ ചെയ്യുന്നത്? ഏത് നമ്പറുമായിട്ടാണ് ജോഡിയാവുന്നത്? 6ാമത്തെ ടേമുമായിട്ടാണ് ജോഡിയാവുന്നത്. അപ്പോൾ 1ാമത്തെ നമ്പർ എത്രയാണ്? 30 പ്ലസ് x6, 6ാമത്തത്. അതുമായിട്ടാണല്ലോ പെയർ ചെയ്യുന്നത്. ഒരു ജോഡിയുടെ തുക എത്ര കിട്ടിയെന്ന് പറഞ്ഞത്? 100. ദെൻ x6 ആണ് നമുക്കറിയേണ്ടത്. 6ാമത്തെ പദമാണ് അറിയേണ്ടത്. അപ്പോൾ 100 പ്ലസ് 30നെ നമുക്ക് മെല്ലെ അങ്ങോട്ട് തട്ടാം. പ്ലസ് 30 അപ്പുറം എന്തായി? -30. x6 ഈസ് ഈക്വൽ ടു 100 30 കുറച്ച് കഴിഞ്ഞാൽ 70. ഇനി ഇവിടെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇത് അവിടെ കുഞ്ഞു കോളത്തിലാണ് എഴുതാൻ പോകുന്നത്. ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇവിടെ നമുക്ക് ടേം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം അല്ലേ? ആദ്യം നമുക്ക് ഫസ്റ്റ് ടേം എത്രയാണെന്നറിയാം? 30 ആണെന്നറിയാം. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? 6ാമത്തെ പദം x6 എന്ന് പറഞ്ഞാൽ എന്താ? 6ാം പദമാണ്. 6ാം പദം എത്രയാണെന്ന് കിട്ടി? 70. നമുക്ക് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഒന്ന് ചെയ്ത് നോക്കിയാലോ? ചെയ്ത് നോക്കാം. ഇവിടെ തന്നെ ചെയ്യാം അല്ലേ? ഡി ഈസ് ഈക്വൽ ടു
70 മൈനസ് 30 ഡിവൈഡ് ബൈ 6 മൈനസ് 1. 70 നിന്ന് 30 കുറച്ച് എത്രയാണ്? 40 അല്ലേ? 6 നിന്ന് 1 കുറച്ച് എത്രയാണ്? 5. 40 ഹരിക്കണം 5 8 അല്ലേ? 8 5 40. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി. ഫസ്റ്റ് ടൈം നമുക്കറിയാലോ സീക്വൻസ് എഴുതാനി അല്ലേ? സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി നമുക്ക് എഴുതാം. ശ്രേണി എഴുതാം. എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടൈം എത്രയാണ്? 30 തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് 8 30 8 38 അല്ലേ? 38 8 46 എക്സെട്രാ. നമുക്ക് എന്ത് കിട്ടി? സീക്വൻസും കിട്ടി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ടൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ചെയ്ത് നോക്കിയാലാണ് നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യം വരുന്നുണ്ട്. മിക്കവാറും എന്തോ പരീക്ഷ പേപ്പർ ഇടുന്നവർക്ക്, ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർക്ക് വലിയ ഇഷ്ടമുള്ളൊരു ചോദ്യമാണ്. അതിലുപരി വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. ആ ചോദ്യമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. അതിനു മുമ്പ് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് സെറ്റായിട്ട് പഠിച്ചു വയ്ക്കണം. പഠിച്ചു വയ്ക്കൂലേ? ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടേക്ക് കെയർ. ബൈ.